രൂപ കൊടുത്ത് ടിക്കറ്റൊക്കെ ബുക്കിൻ്റെ ഇവിടെ ഒരു കുരു വന്നു. ആയിട്ട് പുറം വേദന, ബോഡി പെയിൻ, അങ്ങനെ ഇല്ലാത്ത വിഷമങ്ങളൊന്നുമില്ല. പേടിച്ചു, നല്ല രീതിയിൽ പേടിച്ചു. കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ചെയ്യും ഇനിയിപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ബോക്സ് ജേർണി കേട്ടാലോ. അപ്പോൾ കമൻറ്റ് സ്റ്റോറി ടൈം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചിക്കൻ ബോക്സ് വന്നത് ഏകദേശം ഒരു ഓണത്തിൻ്റെ ടൈമിലാണ്. 2025 ഓഗസ്റ്റിൽ അങ്ങോട്ടാണ് എനിക്ക് ചിക്കൻ ബോക്സ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല എവിടെ നിന്നാണ് ഇത് വന്നിരുന്നത്. കാരണം എൻ്റെ ക്ലാസ്സിലോ ഇല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് അങ്ങനെ സ്പ്രെഡ് ആവുന്ന ടൈമും ആയിരുന്നില്ല. കാരണം പൊതുവേ ചൂടുകാലത്താണ് ചിക്കൻ ബോക്സ് വരിക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ആ സമയത്ത് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓണം സെലിബ്രേഷൻ, കോളേജിലെ ഓണം സെലിബ്രേഷൻ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിത്രാങ്കണം പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ തൃശ്ശൂർ. സോ അതുകൊണ്ട് തന്നെ അതിന് പോകാൻ വേണ്ടി ഞാൻ 3000 രൂപ കൊടുത്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് സെറ്റായ അത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിരിക്കുന്ന സമയം. ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, ആ പരിപാടിക്ക് പോകണം, ഇതിന് പോകണം, ഭയങ്കര അടിപൊളിയാക്കണം, വെക്കേഷൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് തലേൻ്റെ തലേദിവസം, അതായത് 26, 27 എൻ്റെ ഇവിടെ ഒരു കുരു വന്നു. അന്ന് ഞാൻ മോർണിംഗ് എഴുന്നേറ്റ സമയത്ത് എനിക്ക് തീരെ പറ്റുന്നില്ല, ക്ലാസ്സിൽ പോകാനോ കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പുറം വേദന, ബോഡി പെയിൻ, അങ്ങനെ ഇല്ലാത്ത വിഷമങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു സാരില്ല, നമുക്ക് കോളേജിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം അറ്റൻഡൻസ് ആണ് എൻ്റെ ഏക പ്രതീക്ഷ. കാരണം അറ്റൻഡൻസ് ഉള്ളതുകൊണ്ട് മാത്രം കോളേജിൽ കറക്റ്റായി പോകുന്ന ഒരാളാണ് ഞാൻ. അതല്ല, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. അങ്ങനെയുള്ള ഞാൻ എന്ത് ചെയ്തു, അറ്റൻഡൻസിന് വേണ്ടി അന്ന് ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഭയങ്കര കുറവാണ്. പിന്നെ ഞാൻ ലീവ് എടുത്ത് എനിക്ക് അറ്റൻഡൻസ് കിട്ടൂല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടി വരും. അപ്പം ഞാൻ ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ കെടുപ്പഞ്ഞാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് വരാൻ പോവാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് ഞാൻ ഇവിടെ ഒരു കുരു കണ്ടു എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ താരൻ്റെ കുരു എങ്ങാനും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോൾ ഇവിടെ എനിക്ക് അടുത്ത പോലെ തലേൻ്റെ ഇവിടെ ആയിട്ടൊരു കുരു വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴും വയറ്റിൽ വന്നപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഇൻഡ്യൂഷൻ വന്നു തുടങ്ങി, എന്തോ പ്രശ്നമുണ്ട്. കാരണം ആ കുരു ഭയങ്കര റെഡിഷ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് ChatGPT ഇട്ട് കൊടുത്തു. എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ChatGPT ആണ് തീരുമാനിക്കുക. കാരണം അത്രയും ഞാൻ ChatGPT ഒരു അഡിക്ഷൻ ഉള്ളതാണ്. സോ ChatGPT പറഞ്ഞു ഇത് ചിക്കൻ ബോക്സ് ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ആ സമയത്ത് ഞാൻ പേടിച്ചു, നല്ല രീതിയിൽ പേടിച്ചു. കാരണം എൻ്റെ ഇത്രയും പ്രോഗ്രാംസ് എടുക്കുവാണെങ്കിൽ ചിക്കൻ ബോക്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ് കുളിച്ചു, നല്ലപോലെ കുളിച്ചു. എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് ഞാൻ കുളിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് കുളിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ ചിന്ത ഉണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ കുളിക്കാമെന്ന് വെച്ചാൽ ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായി കൂടി എൻ്റെ ചെവിയുടെ ബാക്കിൽ മുഖത്തും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു. ഡോക്ടർ എനിക്ക് കുറച്ച് കഴിക്കാനുള്ള മെഡിസിൻസ് തന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പുരട്ടാനായിട്ട് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് പിന്നെ സ്വന്തമായി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കെലാമിൻ ലോഷൻ പുരട്ടിയത്. അല്ലാതെ ഡോക്ടറിനോട് കെലാമിൻ പറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ ഡോക്ടറിനോട് കുളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി കുളിച്ചോ, കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളത്തിൽ ഈ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അതിട്ട് തിളപ്പിച്ച് കുളിച്ചോളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനതുകൊണ്ട് ചിക്കൻ ബോക്സ് ഉള്ള അന്ന് തൊട്ട് ഞാൻ കുളിച്ചിട്ടുണ്ട്. കുളിക്കാതിരിക്കില്ല അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കുളിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും മേല് കഴുകാറുണ്ട്. തല ഈ പറഞ്ഞ പോലെ കുളിക്കൽ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിലും മേല് ഞാൻ എല്ലാ ദിവസവും കഴുകാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുളിക്കാതിരുന്നിട്ടൊന്നുമില്ല. ആൻഡ് ഓൾസോ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് നോക്കി അറിയാൻ പറ്റും, അങ്ങനെ എനിക്ക് പാടുകളോ കാര്യങ്ങളോ ഇല്ല. അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. കുറേ നാളായല്ലോ. ഇപ്പം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു പോയിട്ട് മാസങ്ങളായി. സോ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പിമ്പിൾസ് ഒന്നുമില്ല. ആ സമയത്ത് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ആ സമയത്ത് ഒരു കോലം. എനിക്ക് കാണിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ അത്രയും എൻ്റെ മുഖത്തൊരു ചെറിയൊരു പിമ്പിൾ വന്നാൽ തന്നെ ഞാൻ ഭയങ്കര കൺസേൺ ആവുന്ന ആളാണ്. എനിക്ക് ആ സമയത്ത് ഞാൻ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട് ചിക്കൻ ബോക്സ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വേണ്ട ഒരു ചാനലിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ അത്രയും കൺസേൺ ഉള്ള എനിക്ക് ഇങ്ങനെ മുഖത്ത് കണ്ണാടി നോക്കുമ്പോൾ ആദ്യമൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ബിഗ് ബോസ് ഒക്കെ കണ്ട് ആ സമയത്ത് ബിഗ് ബോസ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ഒക്കെ കണ്ട് ഞാൻ ഭയങ്കര ചില്ലായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് കണ്ണാടി നോക്കുന്ന സമയത്ത് എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഞാനിത് എന്ത് ചെയ്യും. കാരണം അത്രയും ഞാൻ എന്താ പറയുക വിഷമിച്ചിരുന്നിട്ടുണ്ട് എൻ്റെ മുഖം നോക്കിയിട്ട്. അപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ വിളിച്ചിട്ട് പറയും അതൊന്നും സാരമില്ല, അവളുടെ മുഖത്ത് നിറച്ച് പിമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവൾ പറയും എൻ്റെ കാര്യം നീ ആലോചിച്ച് നോക്കൂ, എനിക്ക് എന്തോരം വിഷമുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു മുഖത്ത് പിമ്പിൾസ് വരുന്നത്. എനിക്ക് ബോഡി പെയിൻ അങ്ങനെയുള്ളതല്ല പ്രശ്നം. എനിക്ക് എൻ്റെ കണ്ണാടി നോക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് കാണുന്ന പാടുകളായിരുന്നു എൻ്റെ പ്രശ്നം. അല്ലാതെ എനിക്ക് ഇച്ചിങ് ഒന്നും ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കുറേ അങ്ങോട്ട് പിമ്പിൾസ് ഉണ്ടായി എന്ന് പറയാനും പറ്റില്ല. കാരണം ഇത് കണ്ട് എൻ്റെ അമ്മയ്ക്ക് വന്ന സമയത്ത് എന്നിലും കൂടുതൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു.
അപ്പോൾ അമ്മേനെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം കുറവായിരുന്നു. പിന്നെ ഞാൻ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ മഞ്ഞളും അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ എല്ലാം കൂടെ അരച്ചിട്ട് മുഖത്തിടാറുണ്ട്. ആ ഡെയിലി ഇടും. മുഖത്ത് മാത്രമല്ല മേലും ഇടാറുണ്ട്. കോൺസെൻട്രേറ്റ് ചെയ്ത് മുഖത്ത് മാത്രമാണ് ഞാൻ ഇടാറുള്ളൂ. കാരണം എനിക്ക് എൻ്റെ കൺസേൺ മുഖത്തുള്ളത് മാറണം എന്നുള്ളതാണ്. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ബോഡിയിൽ അവിടെ എവിടെയും പാടുകൾ ഉണ്ടായിരിക്കും, പക്ഷേ ഫേസിലില്ല. കാരണം ഞാൻ ഫേസ് അത്രയും കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുളിച്ചിട്ടുണ്ട്. കുളിക്കായൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കുളിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയില്ല ഇനിയിപ്പോൾ കുളിക്കാൻ പാടില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞു കുളിച്ചോളാം. സോ ഞാൻ കുളിച്ചിട്ടുണ്ട്. അതിന് കുളിക്കാതിരുന്നിട്ടൊന്നുമില്ല. കുറേ മിത്തുകളുണ്ട്. പിന്നെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ ചൂടുള്ളത് കഴിക്കാറില്ല. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം കഴിക്കാൻ പറ്റില്ല, കാരണം വായിലൊക്കെ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിയുള്ള ഫുഡൊന്നും അധികം എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഞാൻ അങ്ങോട്ട് എന്താ പറയുക ഇന്നത് കഴിക്കരുത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഗ്രാജുവലി മാറും. അങ്ങനെ മാറും. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ മാറില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാറും. ഇപ്പം എൻ്റെ ഫേസ് കണ്ടില്ല, ഇപ്പം എൻ്റെ ഫേസിൽ പാടോ കുരുക്കളോ പാടുകളോ ഒന്നുമില്ല. ഒക്കെ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് എൻ്റെ നോർമൽ പിമ്പിൾസ് എങ്ങാനും പിമ്പിൾ മാർക്സ് എങ്ങാനും ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതല്ലാതെ എന്താ പറയുക ഈ ചിക്കൻ പോക്സിൻ്റേതായിട്ടുള്ള ഒരു പാടുകൾ എൻ്റെ ഫേസിലില്ല എന്നുള്ളൂ. കാരണം ഞാൻ ഫേസിൽ കെയർ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. അത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ഈ ചിക്കൻ ബോക്സ് മാറുന്ന വരെ ഞാൻ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കലാമിൻ ലോഷൻ പരട്ടുമായിരുന്നു. കലാമിൻ ലോഷൻ പറ്റുന്നത് ഇച്ചിങ് കുറയാനാണ്. സോ അങ്ങനെയുള്ള കലാമിനും ഈ ഒരു പാക്കും പിന്നെ ഈ ഒരു ചൂടുവെള്ളത്തിലുള്ള കുളി ഒരു 2 ദിവസം കുളിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് കൂടുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നം തോന്നിയപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് 1 മണിക്കൂറൊക്കെ അത് ആറാൻ വെക്കും. എന്നിട്ട് ആറിയതിന് ശേഷം ഞാൻ കുളിക്കും. അപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ എനിക്ക് വീണ്ടും എന്തോ പൊന്തുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ചിലരുടെ ബോഡി എഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആറിയതിന് ശേഷമായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് മറികടന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുകാലമാണ്. പലർക്കും ചിക്കൻ ബോക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിപ്പോൾ വന്നിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും ഈ പറഞ്ഞ പോലെ കുറേ വീഡിയോസും യൂട്യൂബും ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് പേടി കൂടുതലല്ല എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ലൈഫിൽ എന്തായാലും ഒരു വട്ടെങ്കിലും വരും, വരാത്തൊരു കുറവായിരിക്കും. സോ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ പൊക്കോളും. നിങ്ങളധികം ടെൻസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം പേടിയുണ്ടാവും, കാരണം ഞാനും കുറേ പേടിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും ഇനിയിപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. അങ്ങനെ ആയിരിക്കില്ല, അത് കുറഞ്ഞു വരും. പിന്നെ ഹെയർ ഫാൾ പിന്നെ എനിക്ക് എൻ്റെ കൂടെപ്പിറപ്പായതുകൊണ്ട് തന്നെ അതത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മുടി ഇങ്ങനെ കൊഴിയും, അത് കാര്യമാക്കണ്ട, അതൊക്കെ മാറും, നിങ്ങൾ അത് ഓക്കെ ആവും. സോ ആരും ടെൻഷൻ അടിക്കണ്ട. ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ഒരു ടൈമിലുണ്ടാകുന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പഴയ പോലെ തന്നെ വരും. നിങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയറും ആ ഒരു സമയത്ത് കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്കിൻ കെയർ ഒക്കെ നോർമലി ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചിക്കൻ ബോക്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹാർഷായിട്ടുള്ള ഒരു 1 മന്തിലേക്ക് ഹാർഷായിട്ടുള്ള ഇപ്പോൾ നയാസിനമൈഡ് അതേപോലെ തന്നെ സാലിസിലിക് ആസിഡ് അങ്ങനെയുള്ള ഒരു തരത്തിലുമുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യരുത്. മൈൽഡായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പതിയെ നിങ്ങളുടെ നോർമൽ സ്കിൻ കെയർ റുട്ടീനിലോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതിപ്പോൾ ഒരു 8 മിനിറ്റുള്ള വീഡിയോ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പാർട്ടായിട്ട് ഇടുമോ അത് ഒറ്റ സ്ട്രക്ചർ ഇടുമെന്ന് അറിയില്ല. കാരണം ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല ചാനലിൽ. ഇതിങ്ങനെ വന്നിരുന്ന് പറയുന്നത് ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു. കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ഇടുമോ അത് ഡിലീറ്റ് ചെയ്ത് കളയുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം എനിക്കറിയാം ഈ വീഡിയോയിൽ കാണുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്നിട്ടിരുന്ന് കാണുന്നവരായിരിക്കും. സോ അവർക്കതൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.